സമയം പല ആൾക്കാരോടും പ്രേമം തോന്നാം. നമസ്കാരം. അസ്ലാം അലി നമുക്ക് എല്ലാവർക്കും അറിയില്ല. അസ്ലാം അലി ഈ പറയുന്ന ജാസ്മിൻ ജാഫറെ ഊക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും എന്റെ അസ്ലയ അതേപോലെ എനിക്ക് ഭയങ്കര ചിരി വന്നു. അതിന്റെ തമ്പനേൻ ഇങ്ങനെയാണ്, എന്തെന്ന് ഒന്നിലധികം കാമുകന്മാർ, അങ്ങനെ എന്തോണ് എന്റെ തമ്പനേൻ, ഞാൻ കൊടുത്തേക്കാം. ഒന്നിലധികം കാമുകന്മാരെന്ന് പറഞ്ഞ തമ്പലൈൻ കൊണ്ടുവന്നിട്ട് ചില പെൺകുട്ടികളെ കുറിച്ച് പിന്നെ അസ്ലാം അലി പറഞ്ഞു. ചില പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാമുകന്മാരുണ്ടെന്നും അത് അവരുടെ അസുഖമാണെന്നും പ്രശ്നമാണ്. ഒരേ സമയം പല ആൾക്കാരോടും പ്രേമം തോന്നാം. ആ ഒരു വികാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു സെയിം ടൈം ഒരു 5-6 കാമുകന്മാരെ ഇങ്ങനെ ബാക്കപ്പ് പോലെ ഇങ്ങനെ വെക്കുക. ഒരു സൊള്ളലും ഒരു സ്പർശന സുഖവും അതേപോലെ കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയാ സെക്സ്റ്റിങ്ങും ഫോണിൽ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ആവേശത്തിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫണ്ണി ആയിരുന്നു. അതിന്റെ കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു ചാവും. എന്നിട്ട് അസ്ലാം അലി തന്നെ ഈ പറഞ്ഞ ഒരു കമന്റ് സ്വന്തമായിട്ട് അവളെ ഏതോ ഒരു സിനിമ ഇപ്പൊ മുമ്പ് ഒരു 2 മാസം മുമ്പ് ഇറങ്ങിയ ഒരു പടമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ആ സിനിമയെ ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഒരു സിനിമ കണ്ടപ്പോൾ അതിൽ റമീഷ റഹ്മാൻ അവളെ പേരെന്തോന്നു എന്തോ ആ നടി ഇതുപോലെ ഈ ഒരു ക്യാരക്ടർ ആണോ എന്നും ഈ പറഞ്ഞ എന്താണ് അവൾക്ക് ഒരു 4-5 കാമുകന്മാരുണ്ടായിരുന്നു, അതൊരു അസുഖമാണെന്നും പിന്നീട് ഈ പറയുന്ന എന്താണ് ചിലവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവരവരെ ട്രീറ്റ് ചെയ്യണം. ചിലവർക്ക് ഇങ്ങനെ പറയണം ഒരേ സമയം 4-5 കാമുകന്മാരെ ഒരുപോലെ ട്രീറ്റ് ചെയ്യും. ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഈ മണ്ടന്മാരായ കാമുകന്മാർ ഒരിക്കലും ഈ പറയുന്ന ഇവൾക്ക് ഇങ്ങനെ 4-5 കാമുകന്മാരുണ്ട് എന്ന് അറിയില്ല എന്നും അവർക്കൊരു ഇതൊക്കെ കാണുമ്പോൾ ഒരു സ്പർശന സുഖം, പിന്നീട് എന്താ പറയുക നമ്മളെ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ജാസ്മിനെ നല്ല രീതിയിൽ അസ്ലാവ് ഊക്കി വിട്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. അതിനകത്ത് എന്നാലും എന്റെ അസ്ലെ കുറ്റം പറയുന്നതല്ല, അസ്ലെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന ജാസ്മിൻ, അതായത് ഈ ജാസ്മിന്റെ ഇപ്പോഴത്തെ അഫ്സലുമായുള്ള ബന്ധം തുടങ്ങിയപ്പോൾ ഈ പറയുന്ന അസ്ലയ്ക്ക് വളരെ കൃത്യമായിട്ട് മുന്നക്ക എന്ന് പറയുന്നവരുമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ടെന്നും അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണെന്നും വളരെ വ്യക്തമായി അറിയാമായിരുന്നു അസ്ല. ഞാൻ മനസ്സിലാക്കുന്നത് അസ്ലയുടെ കല്യാണത്തിന്റെ അന്ന് വന്ന, അതായത് എനിക്ക് തോന്നുന്നത് ഈ അസ്ലയുടെ ഫ്രണ്ട് ആയിരുന്നു ആര് ഈ പറയുന്ന അസ്ലയുടെ കല്യാണത്തിന്റെ അന്ന് വന്ന് കണ്ട് പരിചയപ്പെട്ട ജാസ്മിനുമായി അടുപ്പം തോന്നിയപ്പോൾ അസ്ല തന്റെ ഫ്രണ്ടിനോടുള്ള പിന്നീട് ആ ഒരു ഇഷ്ടം കൊണ്ട് ആ ഫ്രണ്ടിന്റെ അമ്മയോട് കാര്യം പറഞ്ഞ് ഇവൾക്ക് ഇതുപോലെ വേറെ റിലേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ് മുമ്പ് ഇവൾക്ക് ഇങ്ങനെ വേറെ റിലേഷൻ, അതുകൊണ്ട് സൂക്ഷിച്ചോണം എന്ന് അസ്ല എന്ത് ചെയ്തു, ഈ പറയുന്ന അഫ്സലിന്റെ ഉമ്മയോട് പറഞ്ഞതിന് ശേഷമുള്ള കോലാഹലങ്ങൾ നമ്മൾ കണ്ടു, അതിനുശേഷമുള്ള അടികൾ കണ്ടു, അതിനുശേഷം തെറുത്താത്ത ഉൾപ്പെടെയുള്ളവർ വന്ന് ഒരു 2 മാസം എന്താണ് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അസ്ലയുടെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകൾ വന്നു, അസ്ലയുടെ ചില വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നു. അതൊക്കെ കണ്ട് ലാസ്റ്റ് സത്യം പറഞ്ഞ അസ്ലാം അലി പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ എന്ത് ചെയ്തു, കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഭർത്താവിൻ്റെ കൂടെ ലണ്ടനിലോ എവിടെയൊക്കെ ആയിരുന്നു പുള്ളി ഒതുങ്ങി കൂടുകയായിരുന്നു. പക്ഷെ ഇപ്പോ ദൈവമായിട്ട് എന്ത് ചെയ്യുന്നു അസ്ലയ്ക്ക് ഈ പറയുന്ന എന്താണ് ഒരു ദൈവം എന്നൊരു സംഭവം ഉണ്ടല്ലോ എന്ന് കാണിച്ചു കൊടുക്കുന്ന അസ്ല പറഞ്ഞതായിരുന്നു ശരി. ഈ പറയുന്ന എന്താണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സ്വഭാവ വൈകല്യം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അസ്ലാം അലി ഈ പറഞ്ഞ അഫ്സലിന്റെ ഉമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശരിയായി വരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോ ബിഗ് ബോസിൽ ആര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പറയുന്ന ജാസ്മിൻ ജാഫർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനൊരു ഒരു അവയർനെസ്സിന് വേണ്ടി ഒരു അസുഖത്തെ കുറിച്ചുള്ള അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അസ്ലയുടെ ബോഡി ലാംഗ്വേജിൽ വളരെ സന്തോഷം കാണുന്നുണ്ട്. എന്തായാലും അസ്ല ഞാൻ ആരും കുറ്റം പറയില്ല, അങ്ങനെ ഒരു ഊക്ക് അവൾക്ക് വേണ്ടത് തന്നെയായിരുന്നു. എന്തായാലും ദൈവം അസ്ലയുടെ കൂടെയാണ്, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവൾക്ക് ഇമാതിരി ഒരു തിരിച്ചടി കിട്ടിയത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.